ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. രണ്ട് ലോകാത്ഭുതമുള്ള ഒരു രാജ്യമുണ്ട് യൂറോപ്പില്. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഇറ്റലി. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. രാവിലെ 6 മണിയാണ്. വെനീസിലെ എൻ്റെ ഹോട്ടലിൻ്റെ ജനലിൻ്റെ ഉള്ളിലൂടെയുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പം ഞങ്ങൾ പോകുന്നത് വെനീസിൽ നിന്ന് റോമിലേക്കാണ്. വെനീസിൽ നിന്ന് റോമിലേക്ക് ഏകദേശം 530 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 6 മണിക്കൂർ യാത്ര എടുക്കും. അപ്പോൾ ഈ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ലോകാത്ഭുതങ്ങൾ ഉള്ള സ്ഥലമാണ് റോം, ഇറ്റലിയിൽ. അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ബസ്സിൽ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം കേൾക്കാം. വായാടി വക്കീലിനം വക്കീലിനം നാരായണം നമ്മുടെ ഷാമ്പെയിൻ ശാന്തം വയ്ക്കുന്ന ഞാനിത് നാരായണം ഭജ നാരായണം ലക്ഷ്മി നാരായണം ഭജ നാരായണം മൈക്കൽ ജാക്സൺ പ്രോക്കും നാരായണം നമ്മുടെ ഭാഗ്യക്കും നാരായണം. മൈക്കൽ ജാക്സന്റെ ഡാൻസ് വന്നിട്ടില്ലേ? ഭജ നാരായണം ലക്ഷ്മി നാരായണം ഭജ നാരായണം. 0 ഇഞ്ച് ഇന്ത്യക്കും നാരായണം 0 ഇഞ്ച് കരിനമൈന്ദിരക്കും നാരായണം നമ്മുടെ പൂമ്പാറ്റ. 0 ഇഞ്ച് തിരക്കും നാരായണം 0 ഇഞ്ച് ഇന്ദിരക്കും നാരായണം നമ്മുടെ പൂമ്പാറ്റ പത്മജയ്ക്കും നാരായണം. പൂമ്പാറ്റ വരെ പറന്നു നടക്കണത് വെച്ച എന്റെ സ്റ്റോക്ക് തീർന്നുട്ടോ. ഇനി ആരെങ്കിലും വരിക? ഈ ലളിതഗാനം സാറ് കേട്ടിട്ടുണ്ടാവും അജയ്. One of the oldest songs by Yesudas, K.J. Yesudas. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാറ്റിലെ വീണകളെ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാറ്റിലെ വീണകളെ. തിരുവോണ പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. തിരുവോണ പുലരി വന്നു, തൃക്കാക്കര നട തുറന്നു. പുറവയിട്ടു പാടി വരും കുരുവികളെ, പുറവയിട്ടു പാടി വരൂ കുരുവികളെ. തുയിലുണരൂ തുയിലുണരൂ തുമ്പികളെ, തുമ്പപ്പൂങ്കാറ്റിലെ വീണകളെ. സാറ് ബാത്റൂമിൽ വെച്ച്
പാടാറ് കുറച്ച് പാടാറ് സുമംഗലി സാറിന് വക്കീല് വേണ്ടി വരും മനസ്സിലലിയും ഒരു പ്രിയയിലെ അർത്ഥം മനസ്സിലായ സുമംഗലി ഓർമ്മിക്കുമോ സുഖത്തിലെ ഈ സാറിനെ കുറിച്ചാണ് പോലീസ് പ്രൊട്ടക്ഷൻ കഴിയോ മുന്നലാൽ വരക്കുവാനേ കഴിയോ അറിയാൻ സംശയം ഏത് മ്യൂസിക് കോളേജിന്റെ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ നിൻ കഥ പറയൂ വിളികളിലൂടെ അശ്വതി ബിന്ദുവിൽ ഹൃദയ സരസിലേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ അതെന്നെ വിനിയാന്ന് പറഞ്ഞത് എഴുതാൻ വയ്യാൻ ചിത്രകഥയിലെ ഏതൊരു നായികനെ ജീവയിൽ എന്നരെ വന്ന പുഷ്പരിയും നിൻ കഥ പറയൂ ചില്ല് പൊട്ടിച്ച് പാടിയാണല്ലേ പറയൂ ബസിന്റെ മുന്നിലൊരു ഗ്ലാസ് ഉണ്ട് പൊട്ടിച്ച് പുറത്തെയാണിത് കണ്ണുനീർ തുള്ളിയോട് ഭവിച്ച കാവ്യഭാവനേ അഭിനന്ദനം നിനക്കഭിനന്ദനം നമ്മളെ തോപ്പിക്കുവാ അഭിനന്ദനം സുധ ഒരു 2 ലക്ഷം കൂടെ സോമൻസിന് കൊടുക്കണം പഴനിമല കോവിലിലെ പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ പീലിക്കാവടി പഴനിമല കോവിലിലെ പാൽക്കാവടി ബാലസുബ്രഹ്മണ്യന്റെ സാറേതായിരുന്നു ആദ്യം പാടുമായിരുന്നു കേരള കോമ്പറ്റീഷന് ഫസ്റ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ആളിന്റെ കൂടെ അവരിങ്ങനെ പാടിക്കൊണ്ടേ ഇരിക്കും മുഴുവനും വന്നത് ആലീസ് വക്കീല് മക്കാലത്തെടുത്തോണ്ടാണ് അല്ല വക്കീലിന്റെ ധൈര്യത്തിലാണ് സാർ. ഇതൊരു ഹൈവേ ആണ്. ഈ ഹൈവേൻ്റെ ക്രോസ് ചെയ്തിട്ടൊരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാലത്തിൻ്റെ
സെൻട്രലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, കഫേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സംഭവമാണ്, കാരണം യാതൊരു വേസ്റ്റും ഇല്ല. നമുക്കിതിൻ്റെ മുകളിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാം. ബാത്റൂമുണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്, കഫ്റ്റീരിയ ഉണ്ട്, ഒക്കെ ഉണ്ട്. നല്ല സൂപ്പർ സംഭവമാണിത്. ഇറ്റലിയുടെ തലസ്ഥാനമുള്ള റോം ഇപ്പം നമ്മുടെ കേരളത്തിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. കുറച്ച് വൃത്തിയും കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ കുറവുള്ള സ്ഥലമാണ് ഈ ഇറ്റലി എന്നിട്ടുള്ളത്. കണ്ടാൽ യൂറോപ്പിൽ കൂടിയാണ് പോകുന്നത് തോന്നൂല നമുക്ക്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു ലുക്കാണ്. പണ്ട് പപ്പു പറഞ്ഞ പോലെ ശരിക്കും ഒന്ന് നോക്ക്, എന്നെ കണ്ടാൽ തോന്നൂല എന്ന് പറഞ്ഞില്ല, അതേപോലെ ശരിക്കും നോക്കിക്കോളിയും. ഉണ്ടല്ലേ നമ്മളെ ഒരു കേരളത്തിൻ്റെ അതേപോലെ മതിലുമലൊക്കെ പരസ്യം, മതിലുമലൊക്കെ പിന്നെ സമ്മേളനത്തിൻ്റെ നോട്ടീസും ചുമരത്തൊക്കെ എഴുതിയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിപ്പോൾ ഉള്ളത് റോമിലെ കൊളോസിയത്തിൻ്റെ മുന്നിലാണ്. ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിലേക്ക് എത്താം. ഇതാണ് ആ ഒരു സംഭവം. ഇപ്പോൾ സമയം വൈകുന്നേരം 6 മണിയായിരിക്കുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമയറ്റില്ല, എപ്പോഴും നല്ല വെളിച്ചത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പരിസര കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കാണാം. ഈ റോം നഗരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ആംഫി തിയേറ്ററാണ് ഈ കൊളോസിയം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പുരാതന ആംഫി തിയേറ്ററാണ് ഇത്. ഇതൊരു ലോകാത്ഭുതത്തിൽപ്പെട്ടതാണ്. ഇത് മുമ്പ് വെസ്പാസിയൻ ചക്രവർത്തിയുടെ കീഴിലാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയും അനന്തരാവകാശിയുമായ ടൈറ്റസിൻ്റെ കീഴിലാണ് ഇത് പൂർത്തിയായത്. ഇത് ഗ്ലാഡിയേറ്റർ മത്സരങ്ങൾക്കും പിന്നെ മൃഗങ്ങളെ വേട്ടയാടൽ, വധശിക്ഷ, പ്രശസ്തമായ യുദ്ധങ്ങളുടെ പുനരാവിഷ്കരണങ്ങൾ, റോമൻ പുരാണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നാടകങ്ങൾ, കടൽ യുദ്ധങ്ങളെ ഹ്രസ്വമായി കളിയാക്കൽ, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള പൊതു കാഴ്ചകൾക്ക് ഉപയോഗിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഈ കെട്ടിടം വിനോദത്തിനായിട്ട് ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ചു. പിന്നീട് ഇത് പാർപ്പിടം, വർക്ക്ഷോപ്പുകൾ, പിന്നെ മതപരമായ ക്രമത്തിലുള്ള ക്വാർട്ടേഴ്സ്, പിന്നെ ക്രിസ്ത്യൻ ആരാധനാലയം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പിന്നെ ഉപയോഗിച്ചിരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പരിസരമൊക്കെ ഒന്നിങ്ങനെ നടന്ന് കാണാം. Nicht das. Das ist hart. Nein, ich mach das zu Hause, grüß das daheim. Oder Newspaper. അങ്ങനെ കൊളോസിയം കണ്ട് നേരെ ഹോട്ടൽ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ഉറങ്ങി നാളെ വേറൊരു ലോകാത്ഭുതം കാണാൻ പോകാനുണ്ട്. നല്ലൊരു ഉറങ്ങി എണീച്ചതാണ്. ഇപ്പം സമയം 6:40. ഇറ്റലിയിൽ ഇന്ന് പിസ കാണാൻ പോകണം. ചെരിഞ്ഞ ഗോപുരം.
ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങണം. ഇറ്റലിയിലെ പ്രസിദ്ധമായ കുറച്ച് ചർച്ചുകളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ പോവാണ്. നമ്മുടെ ലേഡി ഗൈഡ് ഞങ്ങളപ്പോൾ ഉള്ളത്. ഇവളുടെ പേര് ഡയാന. ഇവളാണ് നമ്മളുടെ ഇറ്റലിയിലെ ഗൈഡായിട്ടുള്ളത്. Vamos para allá. ഏത് പട്ടണവും ഒരു നദിക്കരയിലാന്ന് ഞാൻ പറയില്ല. അതേപോലെ ഇത് ഇവിടുത്തെ ഇറ്റലിയിലൊരു നദീൻ്റെ ഒരു ഭാഗമാണിത്. തിരിച്ച് നമ്മൾ ബസ് കയറിക്കുന്നത്. ഇനി അവിടുത്തെ ചെരിഞ്ഞ ഗോപുരം കാണാൻ പോവാണ്. ഇനി ബസ് നിർത്തിയിട്ടിട്ട് പിന്നെ ഇവരെ വക ഒരു ബസ്സുണ്ട്, ആ ബസ്സിൽ വേറെ പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ചെരിഞ്ഞ ഗോപുരം കാണാൻ വേണ്ടിയിട്ട് വേറൊരു ബസ്സിൽ ഇപ്പൊ ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബസ് ഇറങ്ങി ഇപ്പോൾ ഒരു ഞങ്ങൾ ചെരിഞ്ഞ ഗോപുരത്തിന് അവിടെ പോവാണ്. ഇവിടെയൊക്കെ കടകളുണ്ട്. ലെതറിനൊക്കെ വളരെ വില കുറവാണ്. ഇവിടുത്തെ കടയിലൊക്കെ ആരാണ് പണിക്കാർ? നമ്മളെ ബംഗാളികളാണ്. ബംഗ്ലാദേശുകാരുണ്ട്, പിന്നെ നമ്മളെ കൽക്കട്ടക്കാരൊക്കെ ഉണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത്. വിദേശികളാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ പിസയിലെ ചെരിഞ്ഞ ഗോപുരം കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എൻട്രൻസ് പിന്നെ ഇതുണ്ട്, അതിലേ ഇങ്ങോട്ട് കടന്നിക്കാണ്. ഇവിടെ വേറെയും കുറച്ച് ക്രിസ്ത്യൻ പള്ളികളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്ന അതാണ് നമ്മുടെ ചെരിഞ്ഞ ഗോപുരം. 1173 അതിൻ്റെ തറക്കല്ലിട്ടിട്ട്, എന്നിട്ട് തീർന്നത് 1372 അതിൻ്റെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ പണി തീർന്നത്. ഇതാണ് നമ്മുടെ ചെരിഞ്ഞ ഗോപുരം. അപ്പോൾ അതിങ്ങനെ കാണാം നമുക്ക്. ലോകാത്ഭുതമാണ്. അധികം ആളുകളൊന്നുമില്ല ഇവിടെ. L'ultima volta che l'ultima
അങ്ങനെ ഈ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ അവിടുന്ന് മടങ്ങാണ്. കുറച്ച് നമ്മളിവിടുത്തെ സ്റ്റിൽ ഫോട്ടോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.